Hello everyone, welcome back to my video. This is coding guidelines in the last part ആണ് part 5. Question: true or false, the following coding combination 31526699990 are correct if reported together. Option A true, option B false. 31526 എന്നുള്ള കോഡും 69990 എന്നുള്ള കോഡും ഒരുമിച്ച് കോഡ് ചെയ്യാൻ പാടുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഈ 69990 എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പിന് കൊടുക്കുന്ന കോഡാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസർ കിട്ടാൻ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ നമുക്ക് ഒരു റേഞ്ച് ഓഫ് കോഡുകൾ കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഈ ഒരു കോഡിൻ്റെ കൂടെ കൊടുക്കാൻ പാടില്ലാത്ത കോഡുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിസ്റ്റിൽ ഈ 31526 എന്നുള്ള കോഡ് ഇൻക്ലൂഡഡ് ആണോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഈ 69990 എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പിൻ്റെ കോഡ് വരുന്നത് ഓഡിറ്ററി സിസ്റ്റത്തിൻ്റെ ലാസ്റ്റ് പേജിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം 69990 താഴെ കുറച്ച് ലിസ്റ്റ് ഓഫ് കോഡുകളുണ്ട്. അതിൽ 31526 ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് രണ്ടും കൂടി റിപ്പോർട്ട് ചെയ്താൽ ഇത് റോങ് ആണ്. സോ ദി ആൻസർ ഇസ് ഫോൾസ്. ഓപ്ഷൻ ബി ആണ്. 31526ഉം 69990യും ഒരുമിച്ച് കോഡ് ചെയ്യാൻ പാടില്ല. സോ ദി ആൻസർ ഇസ് ഫോൾസ്. Next question: how is an endoscopic diagnostic bronchoscopy coded if it is performed by the same physician during the same session as a surgical bronchoscopy? ഒരു എൻഡോസ്കോപ്പിക്, അതായത് ഡയഗ്നോസ്റ്റിക് ബ്രോങ്കോസ്കോപ്പിയും സർജിക്കൽ ബ്രോങ്കോസ്കോപ്പിയും അറ്റ് ദ സെയിം സെഷനിൽ സെയിം ഫിസിഷ്യൻ പെർഫോം ചെയ്താൽ നമ്മളത് എങ്ങനെയാണ് കോഡ് ചെയ്യാമെന്നാണ്. നമുക്കറിയാം എൻഡോസ്കോപ്പിക് പ്രൊസീജിയേഴ്സിൻ്റെ ഒക്കെ താഴത്ത് ഫസ്റ്റ് ലൈനിൽ തന്നെ കൊടുത്തിട്ടുള്ള ഗൈഡ് ലൈൻ ആണ് ഡയഗ്നോസ്റ്റിക് എൻഡോസ്കോപ്പി ഈസ് ഓൾവേസ് ഇൻക്ലൂഡഡ് ഇൻ ദി സർജിക്കൽ എൻഡോസ്കോപ്പി. അതായത് ഒരു സർജിക്കൽ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ ഡയഗ്നോസ്റ്റിക് എൻഡോസ്കോപ്പി അതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സർജിക്കൽ ബ്രോങ്കോസ്കോപ്പിയിൽ ഡയഗ്നോസ്റ്റിക് ബ്രോങ്കോസ്കോപ്പി ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ഡി. സർജിക്കൽ ബ്രോങ്കോസ്കോപ്പി ഇൻക്ലൂഡ്സ് എ ഡയഗ്നോസ്റ്റിക് ബ്രോങ്കോസ്കോപ്പി വെൻ പെർഫോംഡ് ബൈ ദി സെയിം ഫിസിഷ്യൻ ഇൻ ദി സെയിം സെഷൻ. Question: true or false, a total abdominal hysterectomy and an oophorectomy performed within the same surgical session should be reported separately. ഒരു ടോട്ടൽ അബ്ഡമിനൽ ഹിസ്റ്ററക്ടമിയും ഓഫറക്ടമിയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ആൻസർ ഇസ് ഓപ്ഷൻ എ ട്രൂ, ഓപ്ഷൻ ബി ഫോൾസ്. അപ്പോൾ ഇതിൽ നമുക്ക് ടോട്ടൽ അബ്ഡമിനൽ ഹിസ്റ്ററക്ടമി TAH നമുക്ക് ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ഇത് എവിടെയാണെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ ഇൻഡെക്സിൽ പോയിട്ട് ടോട്ടൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതിൻ്റെ അണ്ടറിൽ നമുക്ക് കാണാൻ പറ്റും അബ്ഡമിനൽ ഹിസ്റ്ററക്ടമി. അവിടെ 58150 ഒക്കെയാണ് കോഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 58150 വന്ന് നോക്കുമ്പോൾ ടോട്ടൽ അബ്ഡമിനൽ ഹിസ്റ്ററക്ടമി ബ്രാക്കറ്റിൽ കോപ്പസ് ആൻഡ് സെർവിക്സ് ആണ്. അതായത് കോപ്പസ് എന്ന് പറയുമ്പോൾ ബോഡിയും സെർവിക്സും റിമൂവ് ചെയ്യുന്നുണ്ട്. വിത്തൗട്ട് റിമൂവൽ ഓഫ് ട്യൂബ്സ് ആൻഡ് വിത്തൗട്ട് റിമൂവൽ ഓഫ് ഓവറീസ് ആണ്. അപ്പോൾ അവിടെ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ടോട്ടൽ അബ്ഡമിനൽ ഹിസ്റ്ററക്ടമിയിൽ ഓഫറക്ടമിയും ഇൻക്ലൂഡഡ് ആണ്. സോ ദി ആൻസർ ഇസ് ബി ഫോൾസ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് എന്താ, റിപ്പോർട്ടഡ് സെപ്പറേറ്റ്ലി എന്നാണ്. അതായത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. സോ ദി ആൻസർ ഇസ് ഫോൾസ്, ഓപ്ഷൻ ബി. The next question: according to the CPT manual, ophthalmology services are defined by which of the following terms? Ophthalmology services എന്ത് ടൈപ്പ് ഓഫ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ സർവീസസ് ആണ് കൊടുത്തിട്ടുള്ളതെന്നാണ്. ഓപ്ഷൻ എ ഇന്റർമീഡിയറ്റ്, കോംപ്രിഹെൻസീവ് ആൻഡ് സ്പെഷ്യൽ. ഓപ്ഷൻ ബി ബ്രീഫ്, ഇന്റർമീഡിയറ്റ് ആൻഡ് എക്സ്റ്റെൻസീവ്. C limited, intermediate and advanced. And option D extensive, advanced and enormous. ഇനി നമുക്ക് ഈ ഒഫ്താൽമോളജി സർവീസസ് എവിടെയാണെന്ന് അറിയില്ലെങ്കിൽ എല്ലാത്തിലെയും പോലെ തന്നെ നമ്മൾ CPTയുടെ ലാസ്റ്റിലുള്ള ഇൻഡെക്സിൽ ഒഫ്താൽമോളജി നോക്കാം. അപ്പോൾ നമുക്ക് അവിടെ ഒഫ്താൽമോസ്കോപ്പി എന്ന് കാണാൻ പറ്റും. ഈ ഒഫ്താൽമോസ്കോപ്പിയാണ് പ്രൊസീജിയേഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരിക. അപ്പോൾ അവിടെ നമുക്ക് 92202 എന്നുള്ളൊരു കോഡൊക്കെ കാണാം. അപ്പം നമ്മൾ ഈ 92202 എന്നുള്ള കോഡിൻ്റെ സെക്ഷനിൽ ചെന്ന് നോക്കുമ്പോൾ അതിന് മുകളിലായിട്ട് നമുക്ക് ഒഫ്താൽമോളജി എന്നൊരു
പാരഗ്രാഫ് കാണാം, കുറേ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ഹെഡിങ്സ് ബോൾഡായിട്ട് എഴുതിയേക്കുന്നത് കാണാം. ഇൻ്റർമീഡിയറ്റ് ഒഫ്താൽമോളജിക്കൽ സർവീസസ്, കോംപ്രഹെൻസീവ് ഒഫ്താൽമോളജിക്കൽ സർവീസസ് ആൻഡ് സ്പെഷ്യൽ ഒഫ്താൽമോളജിക്കൽ സർവീസസ് എന്ന് കാണാം. അപ്പോൾ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ, ഇൻ്റർമീഡിയറ്റ്, കോംപ്രഹെൻസീവ് ആൻഡ് സ്പെഷ്യൽ സർവീസസ്. The next question is, anesthesia service includes the following care: A. Preoperative, intraoperative. B. Preoperative, intraoperative, postoperative. Option C. Intraoperative, postoperative. D. Preoperative and postoperative. And the answer is option B, preoperative, intraoperative and postoperative care ആണ്. അനസ്തീഷ്യ ചാപ്റ്ററിൽ ഫസ്റ്റ് പേജ് തന്നെ അനസ്തീഷ്യ ഗൈഡ് ലൈൻസ് ആണ്. അതിലെ സെക്കൻഡ് പാരഗ്രാഫിലെ സെക്കൻഡ് ഓർ തേർഡ് ലൈനാണ്. ദി സർവീസസ് ഇൻക്ലൂഡ് ദി യൂഷ്വൽ പ്രീ ഓപ്പറേറ്റീവ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് വിസിറ്റ് ആൻഡ് ദി അനസ്തീഷ്യ കെയർ ഡ്യൂറിങ് ദി പ്രൊസീജിയർ. അതായത് അനസ്തീഷ്യ പേഷ്യൻറ്റിന് കൊടുക്കുന്നതിന് മുന്നേ അനസ്തീഷ്യ കൊടുത്ത് ആ ഒരു പ്രൊസീജിയറിൻ്റെ ടൈമിലും അത് കഴിഞ്ഞ് പേഷ്യൻറ്റിനെ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിലേക്ക് മാറ്റുന്നത് വരെ എന്താണ്, അനസ്തീഷ്യ കെയറിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ആൻസർ ഇസ് ഓപ്ഷൻ ബി, പ്രീ ഓപ്പറേറ്റീവ്, ഇൻട്രാ ഓപ്പറേറ്റീവ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ. Next question. A pregnant patient presents with the baby in a breech presentation. During the delivery, the doctor attempts to turn the baby while it is still in the uterus. The baby turns but then immediately resumes its previous position. Can the service be billed? If so, what is the code? ഇവിടെ ഒരു പ്രഗ്നൻറ്റ് ലേഡി ബേബി ബ്രീച്ച് പൊസിഷനായിട്ട് അല്ലെങ്കിൽ ബ്രീച്ച് പ്രസൻറ്റേഷനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ബേബീനെ തിരിക്കാൻ, ഈ ഒരു പൊസിഷൻ തിരിച്ച് വരാൻ വേണ്ടിയിട്ട് ഡോക്ടർ ട്രൈ ചെയ്യുന്നുണ്ട്. അത് സക്സസ്ഫുൾ ആയി, പക്ഷെ ബേബി അപ്പോൾ തന്നെ തിരിച്ച് ഈ ഒരു ബ്രീച്ച് പൊസിഷനിലേക്ക് അല്ലെങ്കിൽ പ്രസൻറ്റേഷനിലേക്ക് തന്നെ തിരിച്ച് പോവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സർവീസ് ബില്ല് ചെയ്യാൻ പറ്റുമോ, അതെങ്ങനെയാണ് കോഡ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. The options are: A. No, since the doctor was unable to successfully turn the baby. B. No, this procedure is included in the obstetrical global package. Option C. Yes, since the doctor did the work, even though the outcome was unsuccessful, report this procedure with code 59412. And option D. Yes, only billing it with the postpartum care 59515. ഇവിടെ ഇതിൻ്റെ ഓപ്ഷൻസിൽ നമുക്ക് രണ്ട് കോഡുകൾ കാണാൻ പറ്റും, 59412ഉം 515ഉം. 59412 എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ സെഫാലിക് വേർഷൻ വിത്തൗട്ട് ടോക്കോലിസിസ്. 59515 എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് പോസ്റ്റ്പാർട്ടം കെയർ ആണ്. അപ്പോൾ ഇവിടെ ബേബി ബ്രീച്ച് പ്രസൻറ്റേഷനാണ്. ഡോക്ടർ തിരിക്കാൻ ട്രൈ ചെയ്തു, തിരിഞ്ഞു വന്നു, പക്ഷെ അത് കഴിഞ്ഞ് പിന്നെയും ബാക്കിൽ ആ ഒരു സെയിം പൊസിഷനിലേക്ക് തിരിച്ചു പോയി. എന്നാലും ഇവിടെ ഈ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഈ ഒരു സർവീസ് ഡോക്ടർ പെർഫോം ചെയ്തത് കൊണ്ട് തന്നെ ഇത് നമുക്ക് എന്താണ് ബില്ല് ചെയ്യാൻ പറ്റും. അതായത് 59412 ആയിട്ട് നമുക്കതിനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. കാരണം ഓൾറെഡി ഒരു വർക്ക് അവിടെ ചെയ്തിട്ടുണ്ട്, ചെയ്യാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ അത് തിരിച്ച് എന്തോ കാരണങ്ങളും കൊണ്ട് അത് തിരിച്ച് ബാക്ക് ആ ഒരു പൊസിഷനിലേക്ക് തന്നെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ സി ആണ്. യെസ്, since the doctor did the work, even though the outcome was unsuccessful, report this procedure. നമുക്ക് ഈ പ്രൊസീജിയർ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡോക്ടർ എന്തായാലും ഒരു പെർട്ടിക്കുലർ വർക്ക് അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചെയ്ത വർക്കിന് ഡോക്ടറിന് പേയ്മെൻറ്റ് കിട്ടിയേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം, ബില്ല് ചെയ്യണം ഈ ഒരു പ്രൊസീജിയറിന്. Next question. A pregnant patient presents to the ED with bleeding, cramping and concerns of loss of tissue and material per vagina. On examination, the physician discovers open cervical OS with no products of conception seen. He tells the patient she has had an abortion. What type of abortion has she had? ഇവിടെ ഒരു pregnant lady ബ്ലീഡിങ്ങും ക്രാമ്പിങ്ങും പിന്നെ വജൈനയിലൂടെ ടിഷ്യൂ മെറ്റീരിയലൊക്കെ ലോസ് ആയിട്ടുണ്ടെന്നുള്ള കൺസേൺ കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫിസിഷ്യൻ നോക്കുമ്പോൾ സെർവിക്കൽ OS ഒക്കെ കുറച്ച് ഓപ്പൺ ആണ്, അവിടെ വേറെ പ്രത്യേകിച്ചൊന്നും കാണുന്നൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പേഷ്യൻറ്റിനോട് പറയുകയാണ് ഇതൊരു അബോഷൻ ആയതാണ്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് അബോഷൻ ആണ് എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ മിസ്ഡ്, ബി ഇൻഡ്യൂസ്ഡ്, സി സ്പോണ്ടേനിയസ് ആൻഡ് ഡി നൺ ഓഫ് ദി എബവ്. ഈ മിസ്ഡ് അബോഷൻ എന്ന് പറയുമ്പോൾ അത് സൈലൻ്റ് ആണ്, അതായത് ഇതുപോലെ ടിഷ്യൂ മെറ്റീരിയൽസ് ഒന്നും നമുക്ക് ലോസ് ആവില്ല.
മിസ്ഡ് അബോർഷൻ നമ്മൾ അറിയില്ല, അബോർഷൻ ആയത് നമ്മൾ അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓപ്ഷൻ ബി ഇൻഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മെഡിസിനൊക്കെ യൂസ് ചെയ്തിട്ട് ഇൻഡ്യൂസ് ചെയ്ത് അബോർഷൻ ആവുന്നതാണ് ഇൻഡ്യൂസ്ഡ്, അപ്പോൾ അതുമല്ല. പിന്നെ ഉള്ളതാണ് സ്പോണ്ടേനിയസ് അബോർഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവുന്നതാണ്, ഒരു പ്രോബ്ലം ഇല്ലാതെ ഇരുന്നത് പെട്ടെന്ന് അബോർഷൻ ആവുന്നതാണ് സ്പോണ്ടേനിയസ് അല്ലെങ്കിൽ മിസ്കാരേജ് എന്ന് പറയാം. അപ്പോൾ ആൻസർ ഇസ് ഓപ്ഷൻ സി, സ്പോണ്ടേനിയസ് അബോർഷൻ ഓർ മിസ്കാരേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ഫ്രാക്ചർ ഇസ് കൺസിഡർഡ് ട്രോമാറ്റിക്? ഒരു ട്രോമാറ്റിക് ഫ്രാക്ചർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ പെത്തോളജിക് ഫ്രാക്ചർ. പെത്തോളജിക് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഏതെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷൻ കാരണം വരുന്നതാണ്. സോ ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യുക. ഓപ്ഷൻ ബി ഇസ് മാൽ യൂണിയൻ ഫ്രാക്ചർ. മാൽ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്കേജ് ഉണ്ടായി അല്ലെങ്കിൽ ഒരു ഫ്രാക്ചർ ഉണ്ടായിട്ട് യൂണൈറ്റ് ചെയ്യുന്ന ഈ ബോൺ ഡിഫറെൻ്റ് ആയിട്ട് കറക്റ്റ് ഫോമിൽ യൂണിയൻ ചെയ്യാതെ വരുന്നതാണ് മാൽ യൂണിയൻ. ഓപ്ഷൻ സി സ്ട്രെസ് ഫ്രാക്ചർ ആണ്. സ്ട്രെസ് ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു സ്ട്രെസ് കാരണം വരുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമല്ല. ഓപ്ഷൻ ഡി കോമ്പൗണ്ട് ഫ്രാക്ചർ ആണ്. കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ട്രോമാറ്റിക് ഇവൻ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫോളോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും ട്രോമ കാരണം വരാൻ ചാൻസ് ഉള്ളത് കോമ്പൗണ്ട് ഫ്രാക്ചർ ആണ്. നമ്മുടെ ബോണൊക്കെ സ്കിന്നിലൂടെ പിയേഴ്സ് ചെയ്ത് പുറത്തു വരാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. കോമ്പൗണ്ട് ഫ്രാക്ചർ ഈസ് എ ട്രോമാറ്റിക് ഫ്രാക്ചർ. Next question, what is an example of an injury that would be considered a superficial injury? Superficial injury എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പ് ലെയർ ഓഫ് ദി സ്കിന്നിൽ വരുന്ന ഇഞ്ചുറി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ബ്ലിസ്റ്റർ, ഓപ്ഷൻ ബി ലാസറേഷൻ, ഓപ്ഷൻ സി നെർവ് ഇഞ്ചുറി ആൻഡ് ഓപ്ഷൻ ഡി വെനോമസ് ഇൻസെക്ട് ബൈറ്റ് ആണ്. അപ്പോൾ ദി ആൻസർ ഇസ് ഓപ്ഷൻ എ ബ്ലിസ്റ്റർ. ബ്ലിസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ സൂപ്പർഫിഷ്യൽ ആയിട്ട് വരുന്ന ഒരു ഇഞ്ചുറിയാണ്. ലാസറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡീപ്ലി വരുന്ന ഒരു കട്ടാണ്. നെർവ് ഇഞ്ചുറി എന്ന് പറയുമ്പോൾ നമ്മുടെ നെർവുകൾ അത് ഇന്ന പാർട്ടിലാണുള്ളത്, അതുകൊണ്ട് തന്നെ അതൊരു സൂപ്പർഫിഷ്യൽ ഇഞ്ചുറി അല്ല. അതുപോലെ തന്നെ വെനോമസ് ഇൻസെക്ട് ബൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഡീപ്ലി നമ്മുടെ വെയിനിലേക്കൊക്കെ ചിലപ്പോൾ ബാധിച്ചിട്ടുണ്ടാവാം. ഇവിടെ ആൻസർ ഇസ് ഓപ്ഷൻ എ ബ്ലിസ്റ്റർ. Next question, the instructions and conventions of the classification take precedence over A. Physicians, B. Official coding guidelines, C. CPT, D. Nothing. They are only used in the event of no other instruction. ഇൻസ്ട്രക്ഷൻസും കൺവെൻഷൻസും ഒക്കെ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഏതിന് മുന്നേ, ഇപ്പോൾ ഒരു ഫിസിഷ്യൻ്റെ റിപ്പോർട്ടിന് മുന്നിൽ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് കൺവെൻഷൻസ് നോക്കാമോ, അത് ഒഫീഷ്യൽ ഗൈഡ് ലൈൻസിന് പുറമേ നമ്മൾ ഇതാണോ യൂസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഒഫീഷ്യൽ കോഡിംഗ് ഗൈഡ് ലൈൻസ്. നമുക്കൊരു ഒഫീഷ്യൽ കോഡിംഗ് ഗൈഡ് ലൈൻ ഉണ്ടെങ്കിലും നമുക്ക് പെർട്ടിക്കുലർ ഏരിയകളിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസും കൺവെൻഷൻസും ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ നമ്മൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻസും കൺവെൻഷൻസും നോക്കിയിട്ടാണ് കോഡ് ചെയ്യേണ്ടത്, അതർ ദാൻ കോഡിംഗ് ഗൈഡ് ലൈൻസ്. ഓക്കെ, കോഡിംഗ് ഗൈഡ് ലൈൻസിന് പ്രിസീഡൻസ്, അതായത് കോഡിംഗ് ഗൈഡ് ലൈൻസിന് മുന്നേ ആയിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസും കൺവെൻഷൻസും ആണ് നോക്കേണ്ടത്. ഓക്കെ, സോ ദി ആൻസർ ഇസ് ബി. Question, which of the following codes allows the use of modifier 51? താഴെയുള്ള ഓപ്ഷൻസിൽ ഏത് കോഡുകളുടെ കൂടെയാണ് മോഡിഫയർ 51 യൂസ് ചെയ്യാൻ പറ്റുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ഈ മോഡിഫയർ 51ൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്കത് ഈസിലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എയ്തർ നമുക്ക് ഈ ഓപ്ഷൻസിൽ പറഞ്ഞിട്ടുള്ള ഓരോ കോഡുകളും പോയി നോക്കുക. അപ്പോൾ ഈ കോഡുകളുടെ മുന്നിലായിട്ട് ഒരു സർക്കിളിൽ സ്ലാഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ, ബ്ലാക്ക് കളറിൽ സ്ലാഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഈ കോഡ് മോഡിഫയർ 51 എക്സെംപ്റ്റ് ആണ്, അതായത് ഈ കോഡിൻ്റെ കൂടെ മോഡിഫയർ 51 നമ്മൾ അപ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷേ ആ ഒരു മെത്തേഡ് ഒത്തിരി ടൈം എടുക്കും, കാരണം നമുക്ക് 4 കോഡുകളും പോയി സെർച്ച് ചെയ്ത് നോക്കുകയൊക്കെ വേണം. അപ്പോൾ നമുക്ക് അപ്പൻഡിക്സ് ഇ എന്ന് പറഞ്ഞൊരു അപ്പൻഡിക്സ് ഉണ്ട് നമ്മുടെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ അപ്പൻഡിക്സ് ഇയിൽ എന്താണ്, സമ്മറി ഓഫ് CPT കോഡ്സ് എക്സെംപ്റ്റ് ഫ്രം മോഡിഫയർ 51 ആണ്. അതായത് മോഡിഫയർ 51 അപ്പൻഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ലാത്ത കോഡുകൾ അപ്പൻഡിക്സ് ഇയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഓപ്ഷൻസിലുള്ള ഏത് കോഡാണോ ഇല്ലാത്തത് ആ കോഡ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി 45392 ആണ് നമ്മുടെ അപ്പൻഡിക്സ് ഇയിൽ ലിസ്റ്റ് ചെയ്യാത്ത ഒരു കോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ കോഡിൻ്റെ മുന്നിൽ നമുക്ക് ഈ ഒരു സർക്കിളിൽ ബാക്ക് സ്ലാഷ് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആൻസർ ഈസ് ഓപ്ഷൻ ഡി 45392. Next question, the following statement does not apply to what code type?
ദീസ് കോഡ്സ് ആർ നെവർ സ്റ്റാൻഡ് അലോൺ കോഡ്സ് ആർ നെവർ പ്രൈമറി കോഡ്സ്. അതായത് നമുക്ക് ഒരിക്കലും സ്റ്റാൻഡ് അലോൺ കോഡായിട്ടും പ്രൈമറി കോഡായിട്ടും യൂസ് ചെയ്യാൻ പറ്റാത്ത കോഡുകൾ ഏതാണ്? ഓപ്ഷൻ എ എക്സ്റ്റേണൽ കോസ് കോഡ്സ്, ഓപ്ഷൻ ബി ആഡ് ഓൺ കോഡ്സ്, ഓപ്ഷൻ സി ലേറ്റ് ഇഫക്റ്റ് കോഡ്സ് ആൻഡ് ഓപ്ഷൻ ഡി സ്റ്റാറ്റസ് കോഡ്സ്. ആൻഡ് ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി ആഡ് ഓൺ കോഡ്സ്. ആഡ് ഓൺ കോഡ്സിന് നമുക്ക് ഒരിക്കലും പ്രൈമറി കോഡായിട്ടും കൊടുക്കാൻ പറ്റില്ല, സ്റ്റാൻഡ് അലോൺ ഒറ്റയ്ക്കും കൊടുക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു കോഡിൻ്റെ കൂടെ സെക്കൻഡറി കോഡായിട്ട് മാത്രമേ നമുക്ക് ആഡ് ഓൺ കോഡിന് കൊടുക്കാൻ പാടുള്ളൂ. സോ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫുൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് CPT കോഡ് 24925 ഇസ്. അപ്പോൾ നമ്മൾ 24925 എന്നുള്ള കോഡ് എടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആംപ്യൂട്ടേഷൻ, ആം ത്രൂ ഹ്യൂമറസ്, സെക്കൻഡറി ക്ലോഷർ ഓർ സ്കാർ റിവിഷൻ. So the answer is option C, amputation, arm through humerus, secondary closure or scar revision. അപ്പോൾ ഈ ഓപ്ഷൻ ഡി കണ്ടോ, ഇത് നമ്മളെ കൺഫ്യൂസ് ആക്കാൻ കൊടുത്തിട്ടുള്ളതാണ്. ആംപുട്ടേഷൻ ആം ത്രൂ ഹ്യൂമറസ് വിത്ത് പ്രൈമറി ക്ലോഷർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൈമറി ക്ലോഷർ സെക്കൻഡറി ക്ലോഷർ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് തെറ്റിപ്പോവും. അതുപോലെ തന്നെ ഓപ്ഷൻ എ കണ്ടോ, സെക്കൻഡറി ക്ലോഷർ ഓർ സ്കാർ റിവിഷൻ. ചിലപ്പോൾ നമ്മൾ എക്സാമിനൊക്കെ ടെൻഷനിൽ അല്ലെങ്കിൽ പെട്ടെന്ന് കോഡുകൾ എടുത്ത് പോകുമ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ 24925 പോയി നോക്കും. അപ്പോൾ അതിൻ്റെ നേരെ നമുക്ക് സെക്കൻഡറി ക്ലോഷർ ഓർ സ്കാർ റിവിഷൻ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഓർക്കില്ല ഇതിൻ്റെ ബാക്കി ഡിസ്ക്രിപ്ഷൻ പാരൻറ്റ് കോഡിൽ പോയി നോക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓപ്ഷൻ അപ്പോൾ തന്നെ തെറ്റിപ്പോവും, അല്ലെങ്കിൽ ആൻസർ അപ്പോൾ തന്നെ തെറ്റിപ്പോവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കോഡ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ. ഇപ്പം നമ്മൾ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി ഇവർ പല രീതിയിലും കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. ഓക്കെ.